ഹായ്, നമുക്ക് അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷം കണ്ടാലോ? ഇന്നിപ്പോൾ നാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ ഞാനും നിക്കയും കൂടി ഞങ്ങളുടെ ഇവിടെ നിന്ന് കോങ്ങാട്ട് പറയും, അവിടെ പോയി വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. ബീഫ് മേടിച്ചു, മാവേലി പോയി, അങ്ങനെ ഒരേ തിരക്കായിരുന്നു രാവിലെ. പിന്നെ കുട്ടീനെയൊക്കെ അംഗൻവാടി കൊണ്ടാക്കി, അവളെ കൊണ്ടാക്കി ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അതൊന്നും കാണിച്ചില്ലല്ലോ, അതൊന്നും കാണിക്കണ്ട കേട്ടോ. വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഞങ്ങൾ കോങ്ങാട് പോയി. അവിടെ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീടെത്തുമ്പോഴേക്കും ഖുർആൻ കൊടുത്തു കേട്ടോ. പിന്നെ നിസ്കരിച്ച് ഖുർആൻ കുറേ ഓതി അങ്ങനെ ഇരുന്ന് പിന്നെ കുട്ടീനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയി. ഞാൻ പോയില്ല. ഞാൻ കുറച്ച് നേരം കിടന്നു എണീക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അസർ ബാങ്ക് കൊടുത്തു. പിന്നെ ഇതാ അപ്പോഴേക്കും ബിരിയാണിൻ്റെ പണി തുടങ്ങിയിട്ടാ. എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചതച്ചതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ചതയ്ക്കാൻ നിന്നു. ഈ ബിരിയാണിക്ക് ചെറുള്ളി നിറയെ വേണം, അപ്പോൾ ചെറുള്ളിയൊക്കെ അരിഞ്ഞ് അങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ എന്താ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. പക്ഷേ ഇന്ന് എന്താണെന്ന് പറയുക, നേരം പെട്ടെന്ന് പോയിട്ടാണ്. ഞാൻ വെള്ളം കലക്കി കഴിഞ്ഞത് ബാങ്ക് കൊടുത്തു. അതുകൊണ്ട് ലാസ്റ്റിംഗ് കൊണ്ട് വലിയ വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ചില വീഡിയോ ഒക്കെ കട്ടായി എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല നേരം വൈകിയില്ലേ. എൻ്റെ പഴം കണ്ടോ അവിടെ? അത് ചെറിയതാണ് ഉണ്ടായത്. വലിയ പൊളിയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ചെറുതാണ്. ഞങ്ങൾക്കിപ്പോൾ നോമ്പിന് ജ്യൂസ് അടിക്കാൻ വേണമെങ്കിലും അങ്ങനെ വെച്ചിരിക്കുകയാണ്. വേണ്ടത് മാത്രമേ പഴുക്കണുള്ളൂ. അപ്പോൾ ഡെയിലി ഓരോന്ന് എടുക്കും, കാരണം ഷെയ്ക്ക് അടിക്കണമല്ലോ. ദിവസം ഞാൻ പഴം കൊണ്ട് ഷെയ്ക്ക് അടിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ ബിരിയാണി മറ്റേ രാവിലത്തെ ബിരിയാണിയാണ് വെക്കുന്നത്. ഞാൻ അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ കോത്തഗിരി, അപ്പോൾ അതിന് അതേപോലെ ഇട്ട് വെച്ചത്. ഇന്ന് അതേപോലെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ഇട്ട് വെച്ചപ്പോൾ അവിടുത്തെ ഒരു ഫ്ലേവറൊക്കെ വന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഇക്കയാണ് വീഡിയോ എടുത്ത് തരുന്നിട്ടെന്ന്. ഇന്ന് എനിക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു ടൈമും ഇല്ല, കാരണം നല്ല നേരം വൈകി. പിന്നെ അതാ ബിരിയാണിക്കുള്ള ഏർപ്പാടാണ്. അപ്പോഴേക്കും എന്താണ്, ഉച്ചയ്ക്ക് നല്ല കാറ്റ് വീശി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല ഇതൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ, മുരിങ്ങൻ്റെ ഈ മരമൊക്കെ, അതിൽ നിറച്ച് മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് വീണു. പിന്നെ ഉമ്മ അതൊക്കെ വെട്ടിയെടുത്ത് എല്ലാവർക്കും അപ്പുറം ഇപ്പുറം കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അതൊക്കെ കുറച്ച് അതിന് കുറേ പോയി നിന്ന് അങ്ങനെ എൻ്റെ നേരം പോയിട്ടോ. ഇന്ന് വാങ്ങ് കൊടുത്തിട്ടാണ് എല്ലാവരും ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ വീഡിയോ കുറേയൊക്കെ വിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇതായി. ഇന്നത്തെ വീഡിയോ കുറച്ച് ലാങ്ങായിട്ടോ. ലാങ്ങ് പറഞ്ഞാൽ എനിക്കൊരു മടി പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. കോങ്ങാടൊക്കെ പോയി നമ്മൾ നോമ്പ് പിടിച്ച് എവിടെയും പോക്കൽ നടക്കില്ല കേട്ടോ. കാരണം പോയാൽ അന്ന് ക്ഷീണം മസ്റ്റായിരിക്കും, കാരണം വെയിലും. വണ്ടിയിലാണ് പോയത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ ഇറങ്ങി ഓരോടെ കയറി ഇറങ്ങി സാധനങ്ങൾ മേടിച്ച് അപ്പുറത്ത് കടയ്ക്ക് പോയി, മാവേലിക്ക് പോയി, വേറെ ഇറച്ചിക്കടയിൽ പോയി, അങ്ങനെ എല്ലാവരുടെയും പോയി വരുമ്പോഴേക്കും ക്ഷീണിച്ച് അവശയായി. ആ ക്ഷീണം വൈകുന്നേരത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് ഞാൻ വേഗം നട്ട് കുക്കറിൽ വേവിച്ച് വെച്ചു. പക്ഷേ ഇതിൽ വേവിക്കാൻ തന്നെ അതിനും അത്രയും നേരം പോവില്ല, ഇത് വെന്ത് കിട്ടണൊക്കെ സമയമാകുമല്ലോ. അപ്പോൾ കുക്കറിൽ വേവിച്ചിട്ട് അത് ഇതിലേക്ക് കൊട്ടുക ചെയ്ത് കേട്ടോ. അതിലേക്ക് കൊട്ടി പിന്നെ അടുപ്പ് കത്താൻ കുറച്ച് പ്രയാസമുണ്ട്. കത്തി കിട്ടിയാൽ പിന്നെ ആ കത്തിൽ നിൽക്കില്ല കേട്ടോ. അതുകൊണ്ട് ഒന്ന് അടുപ്പിടിച്ചു. ഞാനൊന്ന് മാറിപ്പോയി വരുമ്പോഴേക്കും ഒന്ന് അടുപ്പിടിച്ചു. കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എൻ്റെ ഈ ചട്ടിയേ ഉള്ളൂ, ചെറിയ ചട്ടിയില്ല. കാരണം ആർക്കും അത്ര ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കിയാൽ നാളേക്കും അത് തന്നെയായിരിക്കും. ബീഫൊക്കെ ഉണ്ട്, അത് പിന്നെ എന്തെങ്കിലും കാട്ടേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. കാരണം ബാക്കിയാവും. കാരണം ഇപ്പോൾ 1.5 ഗ്ലാസ് അരിയിട്ട് വെച്ചാലും ബാക്കിയാവും. ഞാനും ഇക്കയും കുട്ടിയും മേനല്ലേ ഉള്ളൂ. ഇമ്മയും അധികമൊന്നും കഴിക്കില്ല. ഞങ്ങൾ ആരും നോമ്പ് തുറന്നാൽ പിന്നെ അധികം കഴിക്കില്ലല്ലോ. അത്യാവശ്യം കുറച്ചൊക്കെ തന്നെയല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ ഇട്ട് വെച്ചാലും 1 ഗ്ലാസ് വെച്ചാലും ബാക്കിയാവും, 1.5 ഇട്ട് വെച്ചാലും ബാക്കിയാവും. അങ്ങനെ പിന്നെ അതാ വെള്ളമൊക്കെ തിളച്ചപ്പോൾ വേഗം അത് റെഡിയാക്കി അതിലേക്ക് അരിയിടാനുള്ള ഇതിലേക്ക് നിന്നു കേട്ടോ. പിന്നെ എന്താ, നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ. എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോകണമെന്ന് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ. നിങ്ങളെന്തെങ്ങനെ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയണമെന്ന് എനിക്കുണ്ടല്ലോ. എൻ്റെ വിശേഷങ്ങളാണ് ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുമോ. എല്ലാവരും സുഖമായിരിക്കണോ, നോമ്പൊക്കെ എങ്ങനെ പോകണമെന്നൊക്കെ. പിന്നെ അതാ അരി ഇട്ടു കേട്ടോ. അരി വെറും 1.5 ഗ്ലാസ് അരി ഇട്ടുള്ളൂ. ഇനിയിപ്പോൾ അതും ബാക്കിയാവും കേട്ടോ. ബീഫ് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ബീഫ് മേടിക്കുമ്പോൾ ഞാൻ ബിരിയാണി വയ്ക്കാനാണ് വേണ്ടിയിട്ട് സെപ്പറേറ്റായിട്ട് എല്ലും കൊഴുപ്പൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ബീഫ് ബിരിയാണി ഇട്ടപ്പോൾ നന്നായി അടിപൊളിയായിട്ട് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും പുതിന തന്നെ കമ്മിയാണ് കേട്ടോ. നിറയെ പുതിനയിലയും മല്ലിയിലയും ഇതിലിടണം, കമ്മിയാണ്. പക്ഷേ കടയിൽ കയറിയപ്പോൾ അവിടെ ഇല്ല, കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെ അതിലേക്ക് നെയ്യ് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണി അവിടെ സെറ്റായി കേട്ടോ. ബിരിയാണിൻ്റെ പണി കഴിഞ്ഞു. നെയ്യ് കൊട്ടിയപ്പോൾ നെയ്യ് ഒന്നച്ച് അങ്ങോട്ട് അതിലാണ്ട് വീണു. വേറെ നെയ്യ് വാങ്ങിയിട്ടുണ്ട്, എന്നാലും ഞാൻ കുറേശ്ശെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ഇത്ര നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്താ അതിൽ കൊട്ടിപ്പോയില്ലേ. പിന്നെ അതുപോലെ തന്നെ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബീഫ് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഡീറ്റെയിലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ നോമ്പായ മിക്കവാറും ഞാൻ സമൂസയും കട്ട്ലേറ്റും അങ്ങനെ തന്നെയൊക്കെ ഉണ്ടാക്കുള്ളൂ.
ഇനിയിപ്പോൾ വേറെ പഴം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഉന്നക്കായ ഉണ്ടാക്കണം പറഞ്ഞിരിക്കുക. പക്ഷെ എനിക്ക് അതിന് ടൈം കിട്ടിയില്ല. ഇൻഷാ അള്ളാ നമുക്ക് നാളെ നോക്കാം. പിന്നെ സോറി, ഇന്ന് നോക്കാം. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇന്നലത്തെയാണ്. ഞാൻ രാത്രി എനിക്ക് ഇടാൻ വയ്ക്കില്ല, കാരണം എഡിറ്റ് ചെയ്തൊന്നും ചെയ്യാൻ വയ്ക്കില്ല, കാരണം ക്ഷീണമാവുമല്ലോ പണികളൊക്കെ കഴിഞ്ഞൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഇക്കാക്ക് കടലയൊക്കെ വേവിച്ച് വെച്ചു കേട്ടോ. കടല പുഴുക്കിയിട്ട് അത് താളിച്ചക്കാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതും നല്ല ഇപ്പോൾ പച്ചക്കടല, അതാണ് ഞാൻ കടല ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കടലക്കറി കണ്ടത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതാ കട്ട്ലേറ്റിനൊക്കെ റെഡിയാക്കി വെച്ച് അതും പൊരിച്ചെടുത്തു. അപ്പോൾ അതെല്ലാം എന്നിട്ട് വേഗം ടേബിളിൽ കൊണ്ടുപോയി വെച്ച് വാങ്ങി കൊടുത്തു കേട്ടോ. ഞങ്ങളങ്ങനെ ഇൻഷാ അള്ളാ എല്ലാവരും ഞാനൊക്കെ കൂട്ടി കുട്ടിയെ കൂടി നോമ്പ് തുറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.